told and ഞങ്ങളിവിടെ ഇറങ്ങട്ടെ? വേണ്ട ഇത് സ്റ്റെപ്പാണ്. കൊച്ചിയിൽ നിന്നും വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടത് വട്ടവടയിലെ ദ വില്ലോ എന്ന ഈ മനോഹരമായ റിസോർട്ടിലേക്കായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 6012 അടി ഉയരത്തിലാണ് ഈ റിസോർട്ട്. ഇങ്ങോട്ടുള്ള വഴിയിൽ മൂന്നാർ സിറ്റി കഴിയുമ്പോഴാണ് മാടുപ്പെട്ടിയിലെ ഈ അതിമനോഹരമായ പൂന്തോട്ടം, ബൊട്ടാണിക്കൽ ഗാർഡൻ, കാർമൽ ഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ. ധാരാളം കാക്ടസും ഫ്രൂട്ട് ട്രീസും പൂക്കളും നിറഞ്ഞ അതിമനോഹരമായ ഈ പൂന്തോട്ടം മനുഷ്യനിർമ്മിതം തന്നെ. ഇടയ്ക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇക്കോ പോയിന്റിലേക്കാണ് എത്തിയത്. ഒരുപാട് സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്തില്ല, കാരണം ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് വേഗം തന്നെ വട്ടവടയ്ക്ക് പോരുകയാണ് ചെയ്തത്. മൂന്നാറിൽ നിന്ന് 45 കിലോമീറ്റർ ഉണ്ട് വട്ടവടയ്ക്ക്. അവിടുത്തെ ഒരു ചെറിയ ഹണി ഫാമാണിത്. മനോഹരമായ പൂക്കളാണ്, പക്ഷെ അതിന്റെ കടും ചുവപ്പ് നിറം ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇനി രസകരമായ യാത്രയാണ് വട്ടവട സിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ റിസോർട്ടിലേക്ക്. വഴി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഒരു ക്യാമൽ സഫാരിയുടെ ഇഫക്റ്റ് ആയിരുന്നു. അതിന് പറ്റിയൊരു പാട്ടും വാനിലിട്ടിട്ടുണ്ടായിരുന്നു. നടന്നു പോകാനുള്ള വഴിയുണ്ട്, പക്ഷെ ഞങ്ങൾ ജീപ്പിലാണ് പോയത്. അതിൻ്റെ ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നത് റിവേഴ്സ്, ജീപ്പിൽ റിവേഴ്സാണ് പോയത്. ഞാൻ ഒട്ടും അഡ്വഞ്ചറസ് അല്ല, പക്ഷെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ രസിക്കും ഈ യാത്ര. അങ്ങനെ ഞങ്ങൾ ഫൈനലി റിസോർട്ടിലെത്തി. അതിമനോഹരമായൊരു റിസോർട്ടും പരിസരവുമാണ്. മനുഷ്യന് വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ കാഴ്ച. റിസോർട്ടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ടിൽ നിന്നുള്ള കാഴ്ചയാണിത്. നല്ല ഉയരത്തിലാണ് റിസോർട്ട്. കോടയും ഇളം വെയിലും ഇടകലർന്ന കാഴ്ച. 6 സൂട്ട് റൂംസ് ആണ് ഇവിടെ ഉള്ളത്. ഒരു ഡ്രോയിങ് കം ഡൈനിങ്, പിന്നെ നല്ലൊരു ബെഡ്റൂം, വിശാലമായ ബാത്റൂം. ഈ കർട്ടൻ തുറന്നിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നത് ഈ പുറത്തെ പ്രകൃതിയിലേക്കാണ്. മുറിക്കകത്തിരുന്നാൽ നമുക്ക് കിട്ടുന്ന കാഴ്ചയാണിത്. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ടെറസാണ് പ്രിഫർ ചെയ്തത്. അതിനുശേഷമായിരുന്നു ക്യാമ്പ് ഫയർ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഞ്ഞ് കിനിയുന്നുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. വെളുപ്പാങ്കാലത്ത് 6 മണിയുടെ കാഴ്ചയാണിത്. ഒന്നും കാണാൻ വയ്യ, കനത്ത മൂടൽമഞ്ഞാണ്. തൊട്ടടുത്തുള്ള ഒരു 2 മരക്കുറ്റികൾ മാത്രം കാണാം. Nestled in the hill station, beneath the ever-changing sky. Wooden beams and rocking chairs, a porch that creaks at night. Hello. Namaskaram.
hearts that shine രാത്രി so bright. താഴത്ത് വിറച്ചിട്ട് രക്ഷയില്ല. Smell of pine and firewood താമസം mingles with എന്താ തണുപ്പ്. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? കൊളംബസ് കൊണ്ട് Grandma's അമേരിക്ക പിടിച്ചത്. cooking in the kitchen. Oh, the taste is true. ഈ സ്ഥലത്തിന് ശരിക്കും പേരെന്താ? വട്ടവട. കൊട്ടവടയില് വട്ടവടയിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ബിൽഡിംഗ് പ്രദേശം എന്ന് പറയുന്നത് ഒറ്റമരം അതായത് വട്ടവട ഗ്രാമത്തിൽ കൂടി പഴത്തോട്ടം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഫുഡ് യാർഡായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകുന്ന ആ റോഡാണ് ഈ കോലൂരാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് അവസാനം. അതായത് എറണാകുളത്ത് നിന്ന് ബസ് വന്ന് അവസാനിക്കുന്നത് കോലൂർ എന്ന് പറഞ്ഞാൽ കോലൂർ വട്ടവട പഴത്തോട്ടം റോഡാണ്. Where dreams begin, our hearts find home at the Willow Inn. Rusted quilts and feather beds, windows open wide, breezes carry secrets from the mountainside, children's laughter echoing through halls. അപ്പോൾ ഈ സംരംഭം തുടങ്ങുന്നത് താങ്കൾ ഒറ്റയ്ക്കായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും അതിന് പാർട്ട്നേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? തീർച്ചയായും ഞാനത് പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം ഞാൻ ഈ സ്ഥലം അല്ലെങ്കിൽ വട്ടവടയിൽ ഈ പറയുന്ന ഒറ്റമരം എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയ ശേഷം എൻ്റെ ഒരു അടുത്ത കുടുംബ സുഹൃത്തും എൻ്റെ സ്നേഹിതനുമായ ശ്രീ നന്ദകുമാർ, അദ്ദേഹവും കുടുംബവുമായി ഈ കൊടൈക്കനാൽ സ്ഥലമുണ്ട്, അവിടെ പോയി വന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. അദ്ദേഹവും കൂടെ ചേർന്നിട്ടാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറയണം, അദ്ദേഹം മാത്രമല്ല അദ്ദേഹം കുടുംബവും, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോളി അവരൊരു സിവിൽ എഞ്ചിനീയറാണ്. ഇപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടോ? ഉണ്ട്. അദ്ദേഹം ഈ പറയുന്ന നന്ദകുമാറിൻ്റെ വൈഫ് ജോളിയും അവരുടെ മകളും സിവിൽ എഞ്ചിനീയേഴ്സാണ്. അവരുടെ എല്ലാവിധ പിന്തുണയും മോറലി, ഫിനാൻഷ്യലി ആൻഡ് ഫിസിക്കലി ഓൾസോ അവർ വന്ന് നേരിട്ട് അവരുടെ സുഹൃത്തുക്കളായ എഞ്ചിനീയേഴ്സിൻ്റെ സഹായത്തോടെയാണ് ഇത് പണിയുന്നതിനും ഇവിടെ എത്തിക്കാനും സഹായിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവർ രണ്ടുപേർക്കും ശാരീരികമായ ചില ആക്സിഡൻറ്റുകൾ രണ്ടുപേർക്ക് ഓരോ അപകടങ്ങളുണ്ടായി ആണ് അവർ നേരിട്ട് ഇപ്പോൾ ഇൻവോൾവ് ആവാത്തത്. There's an old inn called the Willow. ഹലോ, എങ്ങനെയുണ്ടായി? താമസം എങ്ങനെ ഉണ്ടായിരുന്നു? തണുപ്പ് ആണോ? ഇഷ്ടപ്പെട്ടോ താമസം? ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. The creaks at night, laughter around the table, hearts that shine so bright. Smell of pine and fire. ഉയരം കൃത്യമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഏതാണ്ട് 1850 മീറ്റർ എബവ് മീൻ സീ ലെവൽ മീറ്റേഴ്സ്. അപ്പൊ എന്ന് പറഞ്ഞാൽ 6012 അടി ഉയരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. മൂന്നാർ ഏതാണ്ട് 3500 3600 അടി എലിവേഷനേ ഉള്ളൂ. ഇത്രയും ഹൈറ്റിൽ ഇത് പണിയാനായിട്ട് ഒരു ചലഞ്ച് ആയിരുന്നു. വീട്ടുകാരുടെ സപ്പോർട്ട് കിട്ടിയത് എങ്ങനെ റിസ്ക് എടുത്ത് തുടങ്ങി? കുടുംബത്തിന്റെ സപ്പോർട്ടില്ലാതെ കഴിയില്ലായിരുന്നു. കാരണം ഇപ്പൊ പലപ്പോഴും ഞാൻ ഇത്തവണ വന്നപ്പോൾ പോലും രാവിലെ വെളുപ്പിനെ 3 മണിക്ക് അലാം വെച്ച് എഴുന്നേറ്റിട്ട് അവര് ഭക്ഷണം ചായ ഉണ്ടാക്കി തന്നിട്ടാണെങ്കിൽ വരാൻ കഴിയുക. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിനെ പറ്റി പറയുന്ന മാതിരി റിസോർട്ട് റൺ ഫുള്ളി ഓൺ സോളാർ. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഏറ്റവും ഹയസ്റ്റ് പീക്ക് അല്ലെങ്കിൽ ഹയസ്റ്റ് വ്യൂ പോയിന്റ് ഉള്ള റിസോർട്ടാണ്. Grandma's cooking in the kitchen. Oh, the taste is true. Sunrise. ഞങ്ങൾക്കുള്ള ഫുഡുമായിട്ട് അവിടുത്തെ പയ്യൻ വരുന്ന കാഴ്ചയാണ്. പുറത്തുനിന്നാണ്, പക്ഷെ വളരെ ഹോംലി ആയിട്ടുള്ള നല്ല ഫുഡായിരുന്നു എല്ലാ നേരവും. എൻ്റെ വീട് ഇവിടെ അടുത്തായിട്ടാണ്. എൻ്റെ പേര് വിഘ്നേശ്വർ എന്നാണ്. വട്ടവടയിലാണ് എൻ്റെ വീട്. ഇതാണ് വട്ടവട. അത് കോവിലൂര്, ഇത് കൊട്ടാക്കമ്പൂര്, ഇത് ചിലന്തിയാറ്. കൊട്ടാക്കമ്പൂര് അതാണ്. കോവിലൂര് ഇത് വട്ടവട. ഇതാണ് പ്രോപ്പർ വട്ടവട. Stand still, stories told in silence, hearts can thrill. കൃഷ്ണകുമാർ, ഞങ്ങളിപ്പോൾ ഇന്നലെ വന്നതാണ്. നല്ല ക്ലൈമറ്റ്, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ആംബിയൻസ്, നല്ല സീനറി. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇതിന് ദ വില്ലോസ് പേര്? എന്താ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വില്ലോസ്? ദി വില്ലോ എന്ന് പറയുന്നത് വില്ലോ ട്രീ ആണ്. വില്ലോ ട്രീ എന്ന് പറയുന്നത് നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിക്കുന്ന ഒരു മരമാണ്. ഇവിടെ ഈ കാണുന്ന ഒരുപാട് ഈ ഗ്രാൻഡീസ് അല്ല യുക്കാലി മരങ്ങൾക്കിടയിലുള്ളത് മുഴുവൻ വില്ലോ ട്രീ, റൂപ്പിംഗ് ലീവ്സ് ആയിട്ടുള്ളതെല്ലാം വില്ലോ ട്രീസ് ആണ്.
അതുകൊണ്ടാണ് ദി വില്ലോ എന്ന് നാമകരണം. പേരുണ്ട്. There's an old inn called the Willow. ഇവിടെ നിന്ന് കൊടൈക്കനാൽ പോവാന്ന് പറഞ്ഞ് ഈ വഴിയാ അത് അവിടുന്ന് അല്ലേ? പിന്നെ മറ്റേ നമ്മ അവിടെ നിന്ന് വട്ടോടലേക്ക് ഇറങ്ങത്തൊരു ചെക്ക് പോസ്റ്റ് ഇല്ലേ, ആ അതിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാ. ആ ശരിയാ. അത് നേരത്തെ പോയായിരുന്നു, ഇപ്പൊ ഇവിടെ നിന്നില്ല അധികം. ആ ആ Smell of pine and firewood mingles with the dew. Grandma's cooking. വെള്ളത്തിന് ഭാഗ്യവശാൽ നല്ല സൗകര്യമുണ്ട്. വെള്ളം നമ്മൾ തൊട്ട് ഇതിനോട് ചേർന്നാണ് പാമ്പാടുംചോല നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ 4 നാഷണൽ പാർക്കുകളിൽ ഒരെണ്ണമാണ് പാമ്പാടുംചോല നാഷണൽ പാർക്ക്. അതിനകത്തുനിന്ന് വരുന്ന ഒരു നാച്ചുറൽ സ്ട്രീം, അവിടെ നിന്നാണ് ശുദ്ധമായ ജലം നമുക്ക് കിട്ടുന്നത്. അത് 12 മാസവും 365 ദിവസവും ലഭ്യമാകും എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. Hearts can thrill. Up above the mist, where dreams begin, our hearts find home at the Willow. ഭക്ഷണം ഞാൻ ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്തോ? അടിപൊളിയായിരുന്നു. പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടോ? തണുപ്പൊക്കെ ഉണ്ടായിരുന്നോ? സൂപ്പറാണോ? ആ ഹായ് ഹായ്. ഹലോ, എങ്ങനെയുണ്ട് താമസം? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഫുഡ് എങ്ങനെ? അടിപൊളി ഫുഡ്, രക്ഷയില്ല. തണുപ്പുണ്ടായിരുന്നോ? നല്ല തണുപ്പുണ്ടായിരുന്നു. Mom's cooking in the kitchen, oh the taste is true. Sunrise painting treetops, golden morning light. Memories like whispers, dancing in the night. At the ദൂരെ ഏതോ അമ്പലങ്ങളിൽ നിന്ന് പാട്ട് ഭക്തിഗാനങ്ങൾ കേൾക്കുന്നുണ്ട് ചെറിയ ശബ്ദത്തില്. ഈ മഞ്ഞും കുളിരും ഈ ഭക്തിഗാനങ്ങളെല്ലാം കൂടിയായി വളരെ നല്ലൊരു അനുഭവമായിരുന്നു. mist, where dreams begin. ഞങ്ങൾക്ക് ഇറങ്ങാറായി, പക്ഷേ ഇറങ്ങാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും മോഹിപ്പിക്കുന്നൊരു പ്രകൃതിയാണ് ഇവിടുത്തെ. എന്നാലും പക്ഷെ പോവാതെ തരമില്ലല്ലോ. ഞങ്ങൾ ഓരോ വളവുകൾ പിന്നിടുമ്പോഴും ദൂരെ മലമുകളിൽ ഈ റിസോർട്ട് വീണ്ടും വീണ്ടും കാണാമായിരുന്നു. തിരിച്ചു വിളിക്കുന്ന പോലൊരു പ്രതീതി. Oh, the taste is true. Sunrise painting treetops, golden morning light. Memories like whispers, dancing in the